ഗൈസ് വെൽക്കം ബാക്ക്. ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് 2 ദിവസം വീഡിയോ ഇല്ലാത്ത കാരണമെന്ന് വെച്ചാൽ ഇവിടെ നെറ്റിൻ്റെ കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ വീഡിയോ ഇടാത്തത്. അപ്പം ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, നമ്മളെ എങ്ങനെ നമ്മളെ ഡി സിയിൽ റോൾ അപ്ലൈ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പം അത് കുറച്ച് പേർക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു സബ്സ്ക്രൈബർ ഒന്ന് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്യണത്. അപ്പം നിങ്ങൾക്കിത് എന്ത് ഡൗട്ടുണ്ടെങ്കിലും അറിഞ്ഞുകൂടാത്ത ആയാലും എനിക്കൊന്ന് കമൻ്റ് ഇട്ടാൽ മതി. ഞാനത് എത്രയും പെട്ടെന്ന് അത് വീഡിയോ ചെയ്യാൻ ഞാൻ മാക്സിമം നോക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മളെ ബാഗ് എടുത്തിട്ട് ബാഗിൻ്റെ അകത്ത് പാസ്പോർട്ട് വേണം. പാസ്പോർട്ട് എടുത്തിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് വേണം. ഇതെവിടെയെന്ന് വെച്ച് എടുക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ ഏത് ഓർഗനൈസേഷനാണ് നിൽക്കണത് അവിടെ നിന്നിട്ട് നമ്മളെ യൂണിഫോം ഇട്ടിട്ടാണ് ഈ സ്ക്രീൻഷോട്ട് നമ്മൾ എടുക്കാനുള്ള. ഈ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് ഞാനിപ്പം ഇതിൻ്റെ അകത്ത് ഒരു ഓർഗനൈസേഷന് ഞാനിപ്പോൾ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഓർഗനൈസേഷനിലും അവിടെ ഏതിലാണ് നിൽക്കുന്നത് അതും കാണിക്കും. അതേപോലെ തന്നെ എൻ്റെ പൊസിഷനും അവിടെ കാണിക്കും. ഇപ്പം ഇത് രണ്ടും ഉണ്ടെങ്കിൽ കറക്റ്റ് അവിടെ അതേപോലെ ഏത് പൊസിഷനാണ് നിൽക്കുന്നത് അപ്പം ആ പൊസിഷനെല്ലാം അവിടെ കൊണ്ടുപോയി അപ്ലൈ ആക്കാനുള്ളതാണ്, റോളിൽ എഴുതാനുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി നമുക്ക് ഡി സിയിൽ പോകാം. ബാക്കിയുള്ളതെല്ലാം ഡി സിയിലാണ്. നമ്മളെ ഗെയിമിലുള്ള കാര്യങ്ങളെല്ലാം തീർന്ന് ഇനി നമുക്ക് നേരെ ഡി സിയിലോട്ട് പോവാം. അച്ഛന്മാർ നമ്മൾ ഡി സിയിൽ കയറിയിട്ടുണ്ട്. അപ്പം അവരെ ഗ്രൂപ്പിൽ ഇടാനുള്ള ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത് നോക്കാം. നമുക്ക് അതിന് മുമ്പേ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തത് ഇവിടെ ഇടാൻ പോവുകയാണ്. അപ്പം അത് വെച്ചാണ് ഞാൻ ഫോർമാറ്റ് ഫില്ലാക്കണത്. അപ്പം ഫസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ നിക്ക് നെയിം എന്തിനാണ് അതേപോലെ അടിച്ചു കൊടുക്കുക. ഇപ്പം ഞാനിവിടെ മിസ്റ്റർ സുന്ദരൻ അടിച്ചിട്ടുണ്ട്. പിന്നെ ആ ഓർഗനൈസേഷൻ അർസമാസ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ റൂൾ അപ്ലൈ ചെയ്തപ്പോൾ കൊടുത്തതാണ്. അത് കഴിഞ്ഞ് നമ്മളെ പൊസിഷൻ അവിടെ തന്നെ എഴുതും. അത് ഞാൻ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ ജൂനിയർ സർജൻ്റാണ്. പിന്നെ ഇഷ്യൂസ് റിമൂവ് റൂള് നമുക്കിപ്പോൾ റൂൾ അപ്ലൈ ചെയ്തിട്ട് പിന്നെ റിമൂവ് ആക്കാം. ഇപ്പം ഞാൻ വാണ്ട് റൂളെന്നാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മളെ സ്ക്രീൻഷോട്ട് അതും എഴുതണം, 5ാമത്തെ എന്ന് പറഞ്ഞാൽ. പിന്നെ 6ാമത്തെ നമ്മളെ ടാഗ്. അപ്പോൾ ഗൈസ് ഇത്രയാണ് നമ്മളെ ഫോർമാറ്റ്. ഇത് ഞാനിപ്പോൾ എഴുതിയിരിക്കണ പോലെ തന്നെ നിങ്ങൾ എഴുതുക. എടുത്തിട്ട് ഇത് നമ്മൾ കോപ്പി ചെയ്യണം. ഇത് കോപ്പി ചെയ്തിട്ട് അതേപോലെ തന്നെ ഓരോ സർവറിലും ഓരോ ഓർഗനൈസേഷൻ ഗ്രൂപ്പുണ്ട്. ഇപ്പം ഞാനിപ്പം സെക്കൻഡ് സെർവറിലാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് സെക്കൻഡ് സെർവറിലെ ഓർഗനൈസേഷൻ ഗ്രൂപ്പിൽ ഇട്ടാൽ മാത്രമേ എനിക്ക് റോൾ അപ്ലൈ ആവുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് സെർവറിലായാലും സെക്കൻഡായാലും തേർഡായാലും ഫോർത്തായാലും ഇപ്പോൾ ഫിഫ്ത്തും കൂടെ ആഡാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോ സെർവറിലും ഓരോ ഓർഗനൈസേഷൻ ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിലെല്ലാം നിങ്ങൾ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യാൻ നോക്കുക. അതിലാണ് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളും പ്രൊമോഷനായാലും റൂളായാലും എല്ലാം അപ്ലൈ ആക്കത്തുള്ളൂ. ഇപ്പം എൻ്റെ ഇപ്പോൾ സെക്കൻഡ് ഓർഗനൈസേഷൻ ഗ്രൂപ്പുണ്ട്. അതിൻ്റെ ലിങ്കിനായിട്ടേക്കാം. ബാക്കിയുള്ളത് ഞാൻ നോക്കിയിട്ട് ഞാൻ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇടാം. അല്ലാതെ നിങ്ങൾ അവിടെ ഓഫീസുകാർക്ക് ചോദിച്ചാൽ മതി, തരുന്നതാണ്. അപ്പം നമ്മൾ ഗ്രൂപ്പിൻ്റെ അകത്ത് കയറിയിട്ട് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഈ ഗ്രൂപ്പിൻ്റെ അകത്ത് കയറാൻ തന്നെ നിങ്ങൾക്ക് റൂൾ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ കാണും. അപ്പം ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഫോർമാറ്റ് നമ്മൾ കോപ്പി ചെയ്ത് പേസ്റ്റ് കൊടുത്തിട്ട് നേരെ കൊടുത്താൽ മതി. അപ്പം നമ്മളെ റൂൾ അവിടെ അപ്ലൈ ആവുന്നതാണ്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ നിങ്ങളെ നിങ്ങളെ ഓർഗനൈസേഷൻ സെർവറിൻ്റെ അകത്ത് നിങ്ങളെ ഗെയിമിൻ്റെ അകത്ത് കറക്റ്റ് നെയിം എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ നോക്കുക. കൊടുത്തില്ലെങ്കിൽ അത് അപ്ലൈ ആവുന്നതല്ല. അപ്പോൾ അത് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ സെർവറിൻ്റെ അകത്ത് പേര് മാറ്റിയാൽ മതി. അതായത് നിങ്ങളെ ഒറിജിനൽ സെർവറിൻ്റെ അകത്ത് പേര് മാറ്റേണ്ട ഒരു ആവശ്യമില്ല. അപ്പം ഇത് കഴിഞ്ഞത് എങ്ങനെ റൂൾ അപ്ലൈ ആയെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവണമെന്ന് വെച്ചാൽ നമ്മൾ റൂൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ അവിടെ പച്ച ടിക്ക് വീഴും. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പം ഞാനിവിടെ അർസമാസ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റൂളാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ കൊടുത്തതെന്ന് വെച്ചാൽ എനിക്കിവിടെ അവിടെ തന്നെ ആ ഒരു സെർവറിൻ്റെ അകത്ത് തന്നെ എനിക്ക് അഡീഷണൽ ഒരു ഗ്രൂപ്പ് അഡീഷണൽ ഒരു പേജ് ഓപ്പൺ ആവും. അതിൻ്റെ അകത്താണ് ബാക്കി കാര്യങ്ങളും അർസമാസ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നിങ്ങനെ എഴുതി കാണിക്കും. ബാക്കി അതിൻ്റെ അകത്ത് തന്നെ
എനിക്ക് പ്രൊമോഷൻ ആയാലും അതിൻ്റെ ന്യൂസായാലും കാര്യങ്ങളായാലും എന്തായാലും അപ്ഡേറ്റ് ആയാലും എല്ലാം അതിൻ്റെ അകത്ത് വരും. അപ്പോൾ ഗൈസ് ഈ റൂൾ അപ്ലൈ ചെയ്യണ ഇത്രയേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ മതി, ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.